ഹലോ ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ പലർക്കും ഇനി സംശയം മാറിയിട്ടില്ല. അതായത് നമുക്ക് ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ടും വേണ്ടത് ആഹ് ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ടെൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ വേണമെങ്കിൽ അതിൽ നമുക്ക് ടെൻസ് നല്ലപോലെ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ടെൻസിൽ 3 പാർട്ടുണ്ട്: പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇത് മൂന്നും നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്കിപ്പോൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാ വരുന്നത് അതൊക്കെ അറിഞ്ഞിരിക്കണം, പ്രസന്റ് ടെൻസ് എങ്ങനെയാ വരുന്നതെന്ന് അതും അറിഞ്ഞിരിക്കണം, ഫ്യൂച്ചർ ടെൻസ് എങ്ങനെയാ വരുന്നതെന്ന് അതും അറിഞ്ഞിരിക്കണം. സോ അപ്പം ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. സോ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ അത് കയറി ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്രയും സ്മൂത്ത് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ യൂസ്ഫുൾ ടിപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ എല്ലാവർക്കും അടുത്തൊരു യൂസ്ഫുൾ ടിപ്പായിട്ട് കാണാം. ഓക്കെ, അതുവരെയും ബൈ ബൈ, സി യു.